കർണാടക സംസ്ഥാനത്തിലെ ഉഡുപ്പി എന്ന പുണ്യനഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു വൈഷ്ണവ ക്ഷേത്രവും മഠവുമാണ് ഉഡുപ്പി ശ്രീകൃഷ്ണ മഠം. ഭഗവാൻ ശ്രീകൃഷ്ണനെ ബാലരൂപത്തിൽ ബാലകൃഷ്ണൻ ആരാധിക്കുന്ന ഈ ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ആത്മീയതയും തത്വചിന്തയും പാരമ്പര്യവും ഒരുപോലെ ഇവിടെ സമ്മേളിക്കുന്നു. 13ാം നൂറ്റാണ്ടിൽ പ്രശസ്തനായ തത്വചിന്തകനും സന്യാസിയുമായ ശ്രീമധ്വാചാര്യരാണ് ഈ ശ്രീകൃഷ്ണ മഠം സ്ഥാപിച്ചത്. ദ്വൈത ദർശനത്തിന്റെ പ്രധാന പ്രചാരകനായിരുന്നു അദ്ദേഹം. സമുദ്രത്തിൽ നിന്ന് ഒരു കപ്പലിന്റെ ഭാരമായി ഉണ്ടായിരുന്ന ഒരു ഗോപിചന്ദന കട്ടയിൽ ഒളിഞ്ഞിരുന്ന നിലയിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ മനോഹരമായ ഈ ബാലരൂപ വിഗ്രഹം മധ്വാചാര്യർക്ക് ലഭിച്ചു എന്നാണ് ഐതിഹ്യം. ഈ അത്ഭുതകരമായ കണ്ടെത്തലോടെയാണ് ക്ഷേത്രത്തിന്റെയും മഠത്തിന്റെയും ചരിത്രം ആരംഭിക്കുന്നത്. ഉഡുപ്പി ശ്രീകൃഷ്ണ മഠത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് ഭഗവാൻ കൃഷ്ണനെ നേരിട്ട് കാണാൻ സാധിക്കില്ല എന്നതാണ്. നവഗ്രഹ കിണ്ടി എന്നു പേരുള്ള 9 ദ്വാരങ്ങളുള്ള ഒരു വെള്ളി പൂശിയ ജനലിലൂടെയാണ് ഭക്തർക്ക് ശ്രീകൃഷ്ണ ദർശനം ലഭിക്കുന്നത്. ഇതിനു പിന്നിൽ കനകദാസന്റെ പ്രസിദ്ധമായ കഥയുണ്ട്. അദ്ദേഹം ഒരു താഴ്ന്ന ജാതിക്കാരനായതിനാൽ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ അചഞ്ചലമായ ഭക്തിയിൽ പ്രീതനായ ഭഗവാൻ കൃഷ്ണൻ ക്ഷേത്രത്തിന്റെ ചുമരിൽ ഒരു ചെറിയ വിള്ളൽ ഉണ്ടാക്കുകയും വിഗ്രഹം പടിഞ്ഞാറ് ദിശയിലേക്ക് തിരിയുകയും ചെയ്തുവത്രേ. അങ്ങനെ കനകദാസൻ പുറത്തുനിന്ന് ഭഗവാനെ ദർശിക്കാൻ സാധിച്ചു. ആ വിള്ളൽ പിന്നീട് കനകദാസന്റെ ഭക്തിയെ അനുസ്മരിച്ച് കനകന കിണ്ടി എന്നറിയപ്പെട്ടു. ഈ കിണ്ടിക്ക് സമീപം കനകദാസന്റെ ഒരു പ്രതിമയുമുണ്ട്. ഉഡുപ്പി ശ്രീകൃഷ്ണ മഠം വെറുമൊരു ക്ഷേത്രമല്ല, ഇത് ദ്വൈത ദർശനത്തിന്റെ പഠനകേന്ദ്രവും കൂടിയാണ്. മധ്വാചാര്യർ തന്റെ ശിഷ്യന്മാരായ 8 സന്യാസിമാരെ അഷ്ടമഠങ്ങൾ ഇവിടെ നിയമിക്കുകയും അവർക്ക് കൃഷ്ണനെ ആരാധിക്കാനും ദ്വൈത ദർശനം പ്രചരിപ്പിക്കാനുമുള്ള ചുമതല നൽകുകയും ചെയ്തു. ഈ 8 മഠങ്ങളിലെ സ്വാമിജിമാർ ഓരോ 2 വർഷം കൂടുമ്പോഴും ക്ഷേത്രത്തിന്റെ ഭരണവും പൂജയുടെ ചുമതലയും മാറി മാറി ഏറ്റെടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഇതിനെയാണ് പര്യായം എന്ന് പറയുന്നത്. ഓരോ പര്യായ കാലഘട്ടവും വലിയ ആഘോഷങ്ങളോടെയാണ് ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്നത്. ഈ പര്യായ സമ്പ്രദായം ലോകത്ത് മറ്റെവിടെയും കാണാൻ സാധിക്കാത്ത ഒരു പ്രത്യേകതയാണ്. ഉഡുപ്പി ശ്രീകൃഷ്ണ മഠത്തിൽ നിരവധി ഉത്സവങ്ങൾ വർഷം തോറും നടക്കുന്നു. ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം. ഈ സമയത്ത് ഉഡുപ്പി നഗരം മുഴുവൻ ഉത്സവ ലഹരിയിലാകും. ഹുലിവേഷം, പുലിക്കളി പോലുള്ള പരമ്പരാഗത നൃത്തങ്ങളും മറ്റ് കലാപരിപാടികളും നടക്കും. വിഡ്ലപിണ്ടി മൊസരുകുടികെ എന്ന ചടങ്ങും ജന്മാഷ്ടമിക്ക് ശേഷം നടക്കുന്നു. ഇത് രസകരമായൊരു കളിരൂപമാണ്. കൂടാതെ നവരാത്രി മഹോത്സവം, മകരസംക്രമണം, രഥസപ്തമി, ഹനുമാൻ ജയന്തി, ഗീതാ ജയന്തി തുടങ്ങിയ ആഘോഷങ്ങളും ഇവിടെ വിപുലമായി കൊണ്ടാടുന്നു. നവരാത്രിയിലെ വിജയദശമി ദിനത്തിൽ നടക്കുന്ന വിദ്യാരംഭം ചടങ്ങ് വളരെ പ്രസിദ്ധമാണ്. ആയിരക്കണക്കിന് കുട്ടികൾ ഇവിടെയെത്തി അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കുന്നു. ഉഡുപ്പി ശ്രീകൃഷ്ണ മഠത്തിലെ മറ്റൊരു പ്രധാന സവിശേഷതയാണ് അന്നദാനം. ഇവിടെയെത്തുന്ന എല്ലാ ഭക്തർക്കും സൗജന്യമായി ഭക്ഷണം നൽകുന്നു. ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ നിന്ന് പ്രസാദം സ്വീകരിക്കുന്നത്. ഇത് ക്ഷേത്രത്തിന്റെ കാരുണ്യത്തിന്റെയും സേവനത്തിന്റെയും പ്രതീകമാണ്. ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്തായി മധ്വ സരോവരം എന്ന ഒരു പുണ്യകുളമുണ്ട്. ക്ഷേത്രത്തിലെ പ്രധാന പൂജകൾക്ക് മുൻപ് സ്വാമിജിമാർ ഈ കുളത്തിൽ സ്നാനം ചെയ്യുന്നത് പതിവാണ്. ഭക്തർക്കും ഇവിടെ കുളിക്കാൻ സൗകര്യമുണ്ട്. മഠം ഒരു ആശ്രമം പോലെയാണ് പ്രവർത്തിക്കുന്നത്. ദിനവും രാവിലെ മുതൽ രാത്രി വരെ വിവിധ പൂജകളും ആചാരങ്ങളും ഇവിടെ നടക്കുന്നു. വിശ്വരൂപ ദർശനം, നിർമാല്യം, പഞ്ചാമൃത അഭിഷേകം, മഹാപൂജ എന്നിവയെല്ലാം ഈ ദിനചര്യയുടെ ഭാഗമാണ്. ഉഡുപ്പി ശ്രീകൃഷ്ണ മഠം എല്ലാ ദിവസവും രാവിലെ 4 മണി മുതൽ രാത്രി 9 മണി വരെ ഭക്തർക്കായി തുറന്നിരിക്കും. തിരക്ക് കൂടുന്ന സമയങ്ങളിൽ ദർശനത്തിന് കൂടുതൽ സമയമെടുത്തേക്കാം. ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ മാന്യമായ വസ്ത്രധാരണം നിർബന്ധമാണ്. ചെരുപ്പുകൾ പുറത്തു വെച്ച് വേണം പ്രവേശിക്കാൻ. മംഗലാപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം, ഏകദേശം 60 കിമി. ഉഡുപ്പിക്ക് സ്വന്തമായി റെയിൽവേ സ്റ്റേഷനുണ്ട്. ഇത് ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 4 കിമി അകലെയാണ്. റോഡ് മാർഗം കർണാടകയിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും പ്രധാന നഗരങ്ങളിൽ നിന്ന് നേരിട്ട് ബസ് സർവീസുകൾ ലഭ്യമാണ്. ഉഡുപ്പി ശ്രീകൃഷ്ണ മഠം ഇതൊരു പുരാതന ക്ഷേത്രം മാത്രമല്ല, ദ്വൈത ദർശനത്തിന്റെ ജീവിക്കുന്ന ഒരു പ്രതീകം കൂടിയാണ്. ആയിരക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തിനും ആത്മീയ പഠനത്തിനും ഈ മഠം സാക്ഷ്യം വഹിക്കുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം തേടിയും
ഇവിടുത്തെ അതുല്യമായ ആചാരങ്ങളെയും ദർശനങ്ങളെയും അടുത്തറിയാനും ഈ പുണ്യഭൂമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. यथोल्बेनावृतो